യശോദ എസ് പിള്ള എന്ന് പറയുന്നത് എൻ്റെ അമ്മാവിയാണ്. സോമനാഥൻ പിള്ള എന്നാണ് അമ്മാവൻ്റെ പേര്. അപ്പോൾ എൻ്റെ അമ്മാവൻ്റെയും അമ്മാവിയുടെയും കൂടെ വീട്ടിലാണ് ഞാൻ എൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ 6 വർഷക്കാലവും. ഇനി ഈ പരാതിക്കാരായിട്ട് വന്നിട്ടുള്ള ശ്രീജിത്ത്, ശ്യാംജിത്ത്, സഞ്ജിത്ത് എന്നിവർ എന്നെ അറിയില്ല എന്ന് പറയുന്ന വാദം പരിപൂർണമായി തെറ്റാണ്. അവർ ജനുവരി മാസത്തിലും അവർ നാട്ടിൽ വരുന്നത് വളരെ വിരളമായിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴും നാട്ടിൽ വരുന്നുണ്ട്. നാട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വരും. നമുക്ക് ശാസ്ത്രനടൽ ഇവർ പറയുന്ന വീടെന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയുണ്ട്. അവിടെ വന്ന് അവരുടെ അപ്പച്ചി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അച്ഛനും അമ്മയും വന്ന് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് കാണുന്ന ആൾക്കാർ കഴിഞ്ഞ കാലങ്ങളിലായിട്ടാണ് അവർ കുറച്ച് അധികമായിട്ട് നാട്ടിൽ വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇവർ കൂടുതൽ കാര്യങ്ങൾ ഞാൻ കുടുംബ പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ള വലിയ കുടുംബ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു വീടാണ് അടൂരെ വീട്. അപ്പോൾ കൊല്ലശ്ശേരിയിൽ നിന്നാണ് വീട്ടുപേര്. അപ്പോൾ വീട്ടിലെ സംബന്ധിച്ച് ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നും എനിക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയുക എന്ന് പറയുന്നതിന് പരിമിതികളുണ്ട്. അവരെ സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. നുണ പറയുവാനും പരസ്യമായി കള്ളം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് അവർ കടന്നു വന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിൽ തന്നെയാണ്. രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയുണ്ട്. CPIയുടെ ജില്ലാ നേതൃത്വം അവരെ സമീപിച്ചു എന്നുള്ളത് അവർ വ്യക്തമായി നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CPIയുടെ ജില്ലാ നേതൃത്വം സാമ്പത്തികമായിട്ട് ഓഫർ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനപ്പുറത്തേക്ക് ഒരു ഓഫർ കൊടുത്തുകൊണ്ട് അവരെ പിടിച്ചു നിർത്തണമെന്നാണെങ്കിൽ താല്പര്യമില്ലായിരുന്നു. അവർ നിയമപരമായിട്ട് സാധിക്കുന്ന എല്ലാ തരത്തിലേക്കും മുന്നോട്ട് പോകട്ടെ, വ്യാജ പരാതികൾ കൊടുക്കട്ടെ. ഞാൻ ബന്ധുവല്ല എന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം എൻ്റെ ബന്ധുക്കളായിട്ടുള്ള എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെക്കുറിച്ചുള്ള മതിപ്പ് ഇപ്പോൾ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ബന്ധുക്കളുടെ ഇടയിൽ നല്ല മതിപ്പായിട്ടുണ്ട്. ഇത്രയും കാലം നമ്മളുടെ കൂടെ ബന്ധുവായിട്ട് ജീവിച്ചിട്ട് കഴിഞ്ഞ 5 വർഷക്കാലവും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള എനിക്ക് എന്തിനേറെ പറയുന്നു, ഞാൻ ജയിച്ചപ്പോൾ വേണമെങ്കിൽ ഇതിൽ പറയുന്ന ശ്യാംജിത്ത് പിള്ള എന്ന് പറയുന്ന ആൾ ഞാൻ വിജയിച്ചപ്പോൾ എനിക്ക് അയച്ച കൺഗ്രാറ്റ്സിൻ്റെ മെസ്സേജ് വരെ എൻ്റെ ഫോണിലുണ്ട്. അവരുടെ ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഒന്ന് സൂം ചെയ്യാമോ ഈ ക്യാമറ? ഇതിൽ ഈ മൊബൈലിലുണ്ട് എനിക്ക് അയച്ചിട്ടുള്ള ക്യാമറ. ഒന്ന് സൂം ചെയ്യാമോ? ഇത് എനിക്ക് ശ്യാംജിത്ത് പിള്ള എന്ന് പറയുന്ന പരാതിക്കാരൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പിറന്നാളിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഹൗസ് വാമിങ്ങിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, വോയിസ് നോട്ടുകൾ ഒരുപാടുണ്ട്. ഇതിൽ കൺഗ്രാജുലേഷൻസ് മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിന് പച്ചക്കറി വാങ്ങുന്നതിൻ്റെ ലിസ്റ്റ് വരെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ കുടുംബ ബന്ധമുള്ളയാൾ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ വോയിസ് നോട്ടോടെ പ്ലേ ചെയ്യാം. വൺ ഓഫ് ദ സിമ്പിൾ ആയിട്ടുള്ളൊരു വോയിസ് നോട്ട്. ഞാൻ വളരെ ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കണേ. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, ഇന്നും വിളിച്ചത്. എനിക്ക് ഒന്ന് ബിസിയാന്ന് തോന്നുന്നു. ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിച്ചേക്കണേ. കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നയന മോളെ നയന എന്ന് പറയുന്നത് എൻ്റെ പെറ്റ് നെയിമാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ശ്രീനാദേവി അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം അവർക്ക് അറിയില്ലായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പൂർണ്ണമായിട്ടും ഞാനുമായിട്ട് ഇതിൽ 3 പേരിൽ ഏറ്റവും ഇളയാളായിട്ടുള്ള ശ്യാംജിത്ത് എന്ന് പറയുന്ന ആ ചേട്ടനായിട്ട് മാത്രമേ എനിക്ക് ഇടക്കാലത്ത് കോൺടാക്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മാത്രമല്ല കുടുംബവുമായിട്ടും. ഇനി ഒരു ചോദ്യം മാത്രമേ എനിക്ക് അവരോട് ചോദിക്കാനുള്ളൂ. ഈ പരാതിയിൽ TSOയ്ക്ക് കൊടുത്തിട്ടുള്ള പരാതി ഇപ്പോൾ പുറത്ത് ഫേസ്ബുക്കിലെല്ലാം പ്രചരിക്കുന്ന ഒരു പരാതിയുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഞങ്ങളുടെ അമ്മ യശോദ എസ് പിള്ള അടൂർ താലൂക്കിലെ റേഷൻ കാർഡ് നമ്പർ നമ്പർ റേഷൻ കാർഡിൻ്റെ ഉടമയായിരുന്നു. 18/9/2024 അമ്മ മരണപ്പെട്ടു പോയി. തെറ്റി. അമ്മാവി മരിച്ചത് 18/10. അപ്പോൾ അത് അവർക്കറിയാത്തവരുടെ കുറ്റമല്ല, കാരണം കാലങ്ങളായിട്ട് വീടുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഏറത്ത് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ 363 നമ്പർ വീട്, അതും തെറ്റി. വീട്ട് നമ്പറും തെറ്റാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്നു. പിന്നെ ജോലി സംബന്ധമായി ഞങ്ങൾ നാട് വിട്ടു പോവുകയും ഞങ്ങളുടെ സഹോദരിയും നാട്ടിലില്ലാത്ത സ്ഥിതി വന്നപ്പോൾ അമ്മ മിക്കപ്പോഴും ഞങ്ങളോടൊപ്പം താമസിച്ചു വന്നിരുന്നു. പരിപൂർണമായി തെറ്റാണ്. ആ നാട്ടുകാരോട് അന്വേഷിക്കുക. അവിടെ ഒരു ദിവസം പോലും ആ വീട്ടിൽ കയറിയിട്ടില്ലാത്ത, അമ്മയുമായി ബന്ധമില്ലാത്ത, അച്ഛൻ മരിച്ചപ്പോൾ വീട്ടിൽ കയറിയിട്ടില്ലാത്ത, 2023 ഇവരുടെ ഏക സഹോദരിയുടെ വിവാഹം തൃശ്ശൂരിൽ വെച്ച് നടക്കുമ്പോൾ ഈ 3 സഹോദരങ്ങളും പങ്കെടുത്തിട്ടില്ല. സർവോപരി 2019 ഇവരുടെ അമ്മ യശോദ എസ് പിള്ള, എൻ്റെ അമ്മാവി, ഇവർക്കെതിരെ വയോജന സംരക്ഷണ നിയമപ്രകാരം കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ശ്രീജിത്ത് എസ് പിള്ള കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് അടൂർ RDOയുടെ മുമ്പിൽ തന്നെയാണ്. വയോജന സംരക്ഷണ നിയമപ്രകാരം ആണ് പരാതി കൊടുത്തിട്ടുള്ളത്. 2019 മുതൽ 2022 വരെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീഡിങ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഹർജി കക്ഷി ശ്രീമതി യശോദ എസ് പിള്ളയായിരുന്നു. എതിർകക്ഷികളായിട്ടുള്ളത് ശ്രീജിത്ത്, എനിക്കെതിരെ പരാതി കൊടുത്ത 1ാമത്തെ ആൾ. ശ്രീമതി പൂജ, ഇത് അദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയാണ്, അന്നുള്ള ഭാര്യയാണ്. ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീജിത്തിൻ്റെ മറ്റൊരു ഭാര്യയാണുള്ളത്. ഇനി 3ാമത്തെ ആൾ സഞ്ജിത്ത് എസ് പിള്ള, അതായത് ശ്രീജിത്തിൻ്റെ ഇളയ സഹോദരൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ചിഞ്ചു. 5ാമതായിട്ട് ശ്രീ ശ്യാംജിത്ത്. ഇത്രയും പേർക്കെതിരെയാണ് 2019 യശോദ എസ് പിള്ള എന്ന് പറയുന്ന എൻ്റെ അമ്മാവി പരാതി കൊടുത്തിട്ടുള്ളത്. എനിക്കിങ്ങനെയുള്ള ഇനിയും ഇതിലധികം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.